ചില ആൾക്കാർ പറയുന്നത് ഇത് പൈസ വാങ്ങിയിട്ടാണ് ഇവിടെ പ്രതിഷേധിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് ചേച്ചിക്ക് അഭിപ്രായം? ഞാനോ? അല്ല, ചില ഞാനാണോ പൈസ ഉള്ളൊരു പ്രതീതിയായിരുന്നു. അത്രയും നല്ല എനർജി ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് അവിടെ ലാത്തി ചാർജ് നടന്നിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഐ വാസ് ലിറ്റിൽ ഷോക്ക്. ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ ലാത്തി ചാർജ് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഇത് കിട്ടി. ബട്ട് സംഭവം ഞങ്ങൾ ആ ബാരിക്കേഡിനകത്ത് സ്റ്റക്ക് ആക്കിയിട്ട ആൾക്കാരായിരുന്നു. സോ we got lucky. We just were waiting there without water and food. But പുറത്തുള്ള ജന്തർ മന്ദറിന്റെ സൈഡിലേക്ക് വരുന്ന അവിടുന്ന് കയറാൻ വരുന്ന ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്തു. അവിടുന്ന് എന്നിട്ട് ടിയർ ഗ്യാസ് ഇട്ടിട്ട് അവരെ ഓടിച്ചു. ഫ്രണ്ടിലുള്ള പാർലമെന്റിലേക്ക് നടക്കുന്ന ആൾക്കാരെയൊക്കെ അവർ വളരെ വയലൻസ്ലി ആണ് ഈ കോപ്സും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും യൂണിഫോം ഇടാത്ത കുറേ ആൾക്കാരും അവരെ അറ്റാക്ക് ചെയ്തത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഫെയർ ബിക്കോസ് ലൈക്ക് ഐ സെഡ് യൂണിഫോം ഇടാത്ത ലാത്തിയിൽ ആണിയൊക്കെ തറച്ച് ഇവരെ അടിച്ച് തരിപ്പണമാക്കി. അത് ആണുങ്ങൾ ഈ മെയിൽ കോപ്സ് ഒക്കെ പെണ്ണുങ്ങളെയൊക്കെ അടിക്കുന്ന രീതി കാണുമ്പോൾ യൂത്തിലേക്ക് തലയൊക്കെ പൊട്ടി ഒരു കുട്ടി വളരെ വെരി ബാഡ് കണ്ടീഷൻ റൈറ്റ് നൗ റൈറ്റ്. സോ യാ ഇറ്റ് വാസ് ടെറിബിൾ. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്ന് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക് ആയ എഡ്യൂക്കേഷൻ എന്നൊരു സംഭവത്തിൽ നടക്കുന്ന വലിയൊരു അനീതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തി സത്യാഗ്രഹം നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റൈറ്റ് ആണല്ലേ. അത് ചോദ്യം ചെയ്ത് ഉത്തരം തരാൻ അവർക്ക് പറ്റുന്നില്ല, അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പറ്റുന്നില്ല, ഡയലോഗിന് വരാൻ പറ്റുന്നില്ല. ബട്ട് ഇൻ എ ഡെമോക്രസി യു നീഡ് ടു ബി അക്കൗണ്ടബിൾ, യു നീഡ് ടു ബി ആൻസറബിൾ. സോ അത് അവർ മുന്നോട്ട് വരാത്തത് കൊണ്ട് അവർ തന്നെയാണ് ഇത് വയലന്റ് ആക്കിയത്. they made it violent, they made it aggressive. പക്ഷേ കുട്ടികളുടെ ഒരു ഫയർ കെട്ടിട്ടില്ല. വീണ്ടും തിരിച്ചവരെല്ലാവരും എത്തി. പിറ്റേ ദിവസവും ഭയങ്കര ശക്തിയിൽ അവരവിടെ ഉണ്ടായിരുന്നു. ചേച്ചി, ഇതിൽ പലരും പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്നുണ്ട്. ഈ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ എൻ്റെ പൊന്നു മനസ്സിൽ. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് അറിയില്ല. പ്രതികരിക്കേണ്ടത് അവരുടെ ഇഷ്ടം, പ്രതികരിക്കാത്തത് അവരുടെ പേഴ്സണൽ പോളിറ്റിക്സ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. നമുക്ക് ആരെയും കുത്തിനത് പിടിച്ച് പറയണ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ലെറ്റ് ദം ഡു ദം, വി വിൽ ഡു അസ്, അത്രേ ഉള്ളൂ. ഈ ഒരു പ്രതിഷേധത്തിനെതിരെ തിരുവനന്തപുരത്ത് ആ പ്രതിഷേധത്തിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ജനാധിപത്യം നമുക്ക് നൽകുന്ന റൈറ്റ് ആണ്. നടക്കട്ടെ, നിങ്ങളും പ്രതിഷേധിക്കും, അവരും പ്രതിഷേധിക്കട്ടെ. പക്ഷേ അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള പ്രതിഷേധമായിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കണം. ആ വ്യക്തതയോടെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ആൻസർ ആയിട്ട് ആര് വന്നാലും വി ആർ ഓക്കെ ടു ഹാവ് എ കോൺവെർസേഷൻ. മാറ്റമാണ് വേണ്ടത് അല്ലേ. എഡ്യൂക്കേഷണൽ പ്രശ്നങ്ങളുണ്ട്. നീറ്റ് പേപ്പേഴ്സ് ലീക്കായി, 20-ൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അവർക്ക് മാറ്റം വേണം. അവർക്ക് മാത്രമല്ല, യുവത്വത്തിൻ്റെ ഒരു തലമുറ വളർന്നു വരുന്ന ലോകമാണ്. ഫ്യൂച്ചറാണ് നിങ്ങളെല്ലാവരും അല്ലേ. ആ ഫ്യൂച്ചറിനെ വളർന്നെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഇല്ലേ. അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സംഭവം കറക്റ്റായിട്ട് നടക്കണം. ഈ പേപ്പേഴ്സ് ലീക്ക് ആയാലും അത് നടക്കുന്നില്ല. ചെറിയ ചെറിയ കുടുംബങ്ങളിൽ വന്ന് വളരെ ബുദ്ധിമുട്ടി പഠിച്ചിട്ട് കാശൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഇവർ പഠിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ്, ഇറ്റ്സ് നോട്ട് ചീപ്പ് അല്ലേ. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ലീക്കായിട്ട് അവരുടെ സ്വപ്നമാണ് തകർന്നു പോകുന്നത്. സോ അക്കൗണ്ടബിലിറ്റിക്ക് ചോദിക്കുമ്പോൾ അത് തരാതിരിക്കുന്നത് ഒരു ജനാധിപത്യത്തിനെതിരെ ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യണം. അത് വളരെ നല്ല ബ്യൂട്ടിഫുള്ളി നമ്മളുടെ ഈ രാജ്യത്തെ ജെൻസി ആയുള്ള കുട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി നമ്മൾ. വിച്ച് ഇസ് വൈ ഷീ കെപ്റ്റ് സേയിങ് spread the information, talk about it. അവർ ചോദിക്കുന്നത് resignation ആണ്, as you can see here, because he is the education minister. It was his job. ഇനി ഞാൻ ജോലിയിലേക്കാണ് പോകുന്നത്. ഇനി മാമ ഉണ്ടാക്കണം ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വില ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. അവിടെ പോയതും അത് ഞാൻ തന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ്. സംസാരിച്ചോട്ടെ. ഞാൻ എന്തിനാ അവരോട് എന്തെങ്കിലും പറയണ്ടേ? അത് ഇതിപ്പോ ഇപ്പൊ അല്ലേ ഫീൽ കുരുത്തതാണ്ടോ. ആന്റി ടെററിസ്റ്റ് അല്ല, ആന്റി നാഷണൽ. നമ്മളെല്ലാവരും ആന്റി ടെററിസ്റ്റ് ആയിരിക്കണം. അല്ല, അതൊക്കെ അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് എനിക്ക് ഞാനെന്തിനാണ് വളരെയധികം പട്ടികളെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ബാക്കിംഗ് ഡോഗ്സ് വിൽ ബാക്ക്. ലെറ്റ് ദം ബാക്ക്. നമ്മളത് ഒന്നെങ്കിൽ ഇഫ് യു എൻജോയ് ഇറ്റ്, ലിസൺ, ഹാവ് എ ഗുഡ് ലാഫ്. എന്നെ കൂടെ ടാഗ് ചെയ്യണം തെറി വിളിക്കുമ്പോൾ. എനിക്കും കൂടെ ഒന്ന് വായിച്ച് രസിക്കാമല്ലോ എന്നും കൂടെ ഉള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഐ എൻജോയ് എ ബിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ചില നേതൃത്വ നിലയിലുള്ള ചില ആൾക്കാർ പറയുന്നത് ഇത് പൈസ വാങ്ങിയിട്ടാണ് ഇവിടെ പ്രതിഷേധിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ അഭിപ്രായം? ഞാനോ? അല്ല, ചില ഞാനാണോ പൈസ വാങ്ങിയിട്ടാണോ? ആരാണ് പറഞ്ഞത്? ഒരു നേതാവ് പറഞ്ഞു. ഏത് പാർട്ടിയിലെ നേതാവ്? അദ്ദേഹത്തിന്റെ ശീലം പൈസ കൊടുത്തിട്ട് ആൾക്കാരെ വിളിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ല, അവരുടെ ശീലം പൈസ കൊടുത്താലേ ആർട്ടിസ്റ്റ് വരുമെന്ന് വിചാരിച്ച് അവർ പൈസ കൊടുത്ത ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടാണ് പോയത്. ഇനി ശരി, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ഷുവർ ആണല്ലോ. അദ്ദേഹം ഒന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാം. സർ ആരാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ ഹു യു ആർ. വീട്ടിലേക്ക് വരും, നമുക്കൊരു ടേബിൾ അപ്പുറത്തിരുന്ന് എൻ്റെ ആ കാശ് വാങ്ങിച്ചതിൻ്റെ ആ പ്രൂഫും കൂടെ താങ്കൾ കൊണ്ടുവന്നാൽ നിങ്ങളൊക്കെ വീട്ടിലേക്ക് വരൂ, നമുക്കൊരു വീഡിയോ എടുത്ത് അത് പബ്ലിഷ് ചെയ്യാം. ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടാക്സ് കൂടെ അടയ്ക്കണമല്ലോ. അപ്പോൾ ഐ എം ഹാപ്പി ടു ഡു ഇറ്റ്, നോ പ്രോബ്ലം. വാങ്ങിച്ചതിനെ പ്രൂവ് ചെയ്യണം.